എന്നാ എടുക്ക്. ഈശ്വര, ഞാൻ മൊബൈൽ കൊടുത്താ ഞാൻ ആരാണെന്ന് ഇവരറിയും. എന്ത് ചെയ്യും? എടുക്കടി. താ. എന്നിട്ടാ കടലാസ് എവിടെ? അത് കാണാനില്ല. അത് കൊള്ളാം. നീ ഒരു ഒന്നാം തരം ഉടായിപ്പാണല്ലോടി. നിന്റെ ID കാർഡ് എടുത്തേ. ഇനിയിപ്പൊ അതും കയ്യിലില്ലാന്ന് പറയോ? ഇല്ല, എന്റെ കയ്യിലുണ്ടാവും. അർച്ചന, സത്യം പറയടി, നീ എവിടുന്നാ വന്നേ? ലതേ, ഞാനിപ്പൊ പോണതാ നിന്റെ ഭാഗ്യം. പോയിട്ട് വരുന്നതിനിടയ്ക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ കണ്ടുവച്ചേക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ലതേ, അവളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവളെ കയ്യിൽ ID കാർഡൊക്കെ ഉണ്ട് സാർ. അവള് തട്ടിപ്പേരിയാണെന്ന് തോന്നുന്നില്ല. ആ, എന്തായാലും ഇന്ന് രാത്രി അവളിവിടെ നിക്കട്ടെ. ആ വീട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് രാവിലെ തന്നെ കൊണ്ടുവിടാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ശരി മാഡം. പിന്നെ ആ ചന്ദ്രൻ സാറ്? അയാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ലത എന്തായാലും ഇനിയിപ്പോ വരണ്ട. അവളുടെ കാര്യം നോക്കി ഇവിടെ നിന്നാ മതി. ശരി മാഡം. ഈശ്വര, അനുപേട്ടൻ എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എന്ത് ചെയ്യാനാ? മാഡം, CSR ഉണ്ടോ? സാറ് വീട്ടിൽ പോയല്ലോ. എന്താ കാര്യം? എന്തു പറ്റി? മാഡം, ഞാൻ നേരത്തെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. എന്ത് കംപ്ലൈന്റാ താൻ കൊടുത്തേ? മാഡം, ഭർത്താവിനോട് പിണങ്ങി എന്റെ പെങ്ങള് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എങ്ങോട്ടൊക്കെ പോയി. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണ്ടേ? അല്ലാതെ ഇത്രയ്ക്ക് പ്രശ്നമാവുന്നത് വരെ വച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? അവർ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു മാഡം. വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം എല്ലാം തകിടം മറിഞ്ഞു. നിങ്ങളുടെ സഹോദരിക്ക് എത്ര വയസ്സുണ്ട്? 27. അപ്പൊ കുഞ്ഞിനോ? ഒരു 6 മാസം ആയിട്ടില്ല. താൻ അവരുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. മാഡം, ഇതല്ലേ അവള്? എടോ, തന്റെ പെങ്ങളും കൊച്ചു ഇവിടെയുണ്ട്. എന്താ എന്തോന്നോ ഇതെന്തോന്നാ കാണിക്കണത്? എവിടെയെങ്കിലും കയറിയിരിക്കാൻ പറഞ്ഞാൽ എന്റെ നെഞ്ചത്തോട്ടാണ് കയറിയിരിക്കണത്. വല്ല കടത്തിണ്ടാലും പോയിരിക്കണേ, ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ. ഒരു കാര്യം ചെയ്യാം, ഞാനും കുറച്ചേരം ഇവിടെ ഇരിക്കാം. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇത് നല്ല കൂത്തായി പോയി. നിങ്ങളാണോ ഇതിന്റെ ഓണർ, ഞാനാണോ ഇതിന്റെ ഓണർ? എന്താ സംശയം? ചേട്ടൻ തന്നെ. ചേട്ടനാ? ആരുടെ ചേട്ടൻ? എനിക്ക് നിന്നെക്കാളും ഒക്കെ ഒരുപാട് വയസ്സ് കുറവാ. എന്നെ പേര് വിളിച്ചാ മതി. എന്താ നിങ്ങളുടെ പേര്? ബിജുകുട്ടൻ. നാട്ടുകാർ വേറെ പലതൊക്കെ വിളിക്കാറുണ്ട്. ആ, അപ്പൊ ബിജുക്കുട്ടാ, എന്തായാലും ഞാൻ തന്റെ വണ്ടി തന്നെ പോകുന്നുള്ളൂ. തനിക്ക് ഓടിക്കാൻ വയ്യെങ്കിൽ ഞാൻ ഓടിക്കാം. താൻ ഉറങ്ങിക്കോ. ഒരുമാതിരി വണ്ടി CC പിടിക്കാൻ വരുന്നവന്മാര് പറയുന്ന ഡയലോഗ് എന്നോട് പറയില്ല കേട്ടോ. എന്റെ വണ്ടി വേറെ ആരും ഓടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ വണ്ടി ഞാൻ തന്നെ ഓടിക്കും. എന്നാ പിന്നെ വണ്ടി എടുക്ക്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഓട്ടം പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്. വണ്ടി എടുക്കണം. പറഞ്ഞാ പോരെ, ദേഷ്യപ്പെടുന്ന എന്തിന്?
ഒന്നുമില്ല. തന്റെ വണ്ടിയിൽ വെള്ളമുണ്ടോ? ആ എന്നാ കൂടി. കൊള്ളാം, അത് മുഴുവൻ കുടിച്ചു തീർക്കുവാണോ? ടാക്സി ചാർജിന്റെ കൂട്ടത്തിലെ ഞാനൊരു 20 രൂപയും കൂടി ചാർജ് ചെയ്യും. ആ വെള്ളം ഇപ്പം വാങ്ങിയതേ ഉള്ളൂ. താൻ എന്തെങ്കിലും ചെയ്യും. നിങ്ങള് നാട്ടുകാരെ തന്നെ തല്ലി ഒളിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കുപ്പികൾ ഇങ്ങനെ റോഡിൽ പബ്ലിക്കായിട്ട് ഇടാനൊന്നും പാടില്ല. പിന്നെ എങ്ങനെ ഇടണം? അത് ക്യാമറ ഉണ്ടോന്നോ ആരെങ്കിലും നോക്കുന്നുണ്ടോന്നോ നോക്കിയിട്ട് ഇടണം. ഓ അത് ശരി. അപ്പൊ പകൽ മാന്യനല്ലേ? പകല് മാത്രമല്ല, ഞാൻ രാത്രിയിൽ മാന്യനാ. ഞാനൊന്ന് ഉറങ്ങാൻ പോവാം. എന്നെ വിളിച്ചു വെറുതെ ശല്യം ചെയ്യരുത്. അപ്പൊ ഞാനാരായി? പലതരം മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. ഇതെന്തോന്ന് സാധനം? അതെ, പിന്നെ ഉറങ്ങിയ എന്തോന്ന് മനുഷ്യനടാ. ഇയാളെങ്ങോട്ടാ പോണോന്ന് പോലും പറയാതെ അങ്ങ് കിടന്ന് ഉറങ്ങുക. വണ്ടി കയറുന്നു, പോണോന്ന് പറയുന്നു, കിടന്നുറങ്ങുന്നു. ബാക്കിയുള്ളവന്റെ ഉറക്കം കളയാനായിട്ട്. ഒരു വഴിയുണ്ട്.